ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഗൈസ് ഇന്ന് നമ്മുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഓണമാണ് ഗൈസ്. അപ്പോൾ നമ്മൾ മുണ്ടും ഗിബാക്ക് ഇട്ട് പോണ്ട്. അപ്പോൾ സദ്യയൊക്കെ ഉണ്ടാക്കി ഗൈസ്. അതൊന്നും എടുക്കാനുള്ള വീഡിയോ ഞങ്ങൾ എടുത്തിട്ടില്ല. പിന്നെ സദ്യ കഴിക്കുന്നതൊക്കെ എടുത്തിട്ടുണ്ട് ഗൈസ്. ഏറ്റവും ലാസ്റ്റാണ് ഞങ്ങൾ ഇൻട്രോ എടുക്കുന്നത്. പിന്നെ എല്ലാവർക്കും ഹാപ്പി ഓണം ഗൈസ്. ഹാപ്പി ഓണം ഗൈസ്. ഞങ്ങൾ ഔട്ട്ഫിറ്റ് നോക്കിക്കോ. കുഞ്ഞൻ തീയ ഔട്ട്ഫിറ്റാണ് ഗൈസ്. നമ്മൾ സ്വത്താണ് ഓണം വൈബിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. പക്ഷെ നമ്മൾ പൂക്കളൊന്നും ഇട്ടില്ല ഗൈസ്. പൂക്കളൊക്കെ ഇട്ട എപ്പോഴും ഞങ്ങൾ പൂക്കളിടും. എന്നിട്ട് രാത്രി മഴ പെയ്ത് പൂക്കളം ഫുള്ള് ഒഴിച്ചു പോകും. അതായിരുന്നു ഗൈസ്. അതുകൊണ്ട് ഞാൻ ഈ പ്രാവശ്യം ഇട്ടില്ല പൂക്കളം. രാത്രി മഴ പെയ്തായിരുന്നു ഗൈസ്. അതുകൊണ്ട് നമ്മൾ ഈ പ്രാവശ്യം പൂക്കളൊന്നും ഇട്ടിട്ടില്ല. പക്ഷെ സദ്യയാണ് ഗൈസ്. അപ്പൊ നിങ്ങൾ എല്ലാവരും സദ്യ കഴിക്കുന്നത് പോയി കണ്ടിട്ടുവാ. സദ്യക്ക് ഓഡിയോ ഇല്ല ഗൈസ്. ഓഡിയോ കട്ടായി പോയി. അതുകൊണ്ട് നമ്മൾ വോയിസ് കവറാണ് കൊടുക്കുന്നത്. അപ്പൊ എല്ലാവരും അത് പോയി ഒന്ന് കണ്ടിട്ടുവാ. ട്രാക്ക് മാറ്റി ഒരു മാറ്റമില്ല. പഴയ കോലം, പഴയ കള്ളത്തരം, പഴയ ഡാൻസ്, പഴയ പാട്ട്. വേറെ പാട്ട് വേണോ? എന്നാ പിടിച്ചോ. 3, 4 വന്നല്ലോ മുറ്റത്ത് മാവേലി. പൂവേ പൂവേ പുലി പൂവേ പൂക്കളമിട്ടല്ലോ. ഓണസദ്യ കേട്ടണ്ടേ, പായസം കൊറ്റണ്ടേ, പായസം കുറ്റിട്ട് ഊഞ്ഞാലിലടണ്ടേ. ഓണം വന്നല്ലോ തിരുവോണം വന്നല്ലോ, ഓണം വന്നല്ലോ തിരുവോണം വന്നല്ലോ. മാവേലി വന്നേ മാവേലി പോണേ. സകൃതകൃതാവായ നാട്ടുകാരെ ശ്രദ്ധിക്കുക. കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കാൻ.
അപ്പോൾ ഗൈസ് നമ്മ സദ്യ കഴിക്കണ വീഡിയോ ഞാൻ കഴിച്ചുകൊണ്ടിരുന്ന വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ടെന്ന് വിചാരിച്ച് വീഡിയോ ഓൺ ആക്കിയിട്ടുണ്ടെന്ന് വിചാരിച്ചു ഗൈസ്. പക്ഷേ വീഡിയോ ഓൺ ആയിട്ടുണ്ടായിരുന്നില്ല, ചമ്മിപ്പോയി ഗൈസ്. അതുകൊണ്ട് നമ്മൾ പകുതി വെച്ച് കുഞ്ഞൻ കഴിച്ചുകൊണ്ടിരിക്കുന്ന വീഡിയോ ആണ് എടുത്തുകൊണ്ടിരിക്കണത്. കുഞ്ഞൻ കഴിച്ച പകുതിയേ കിട്ടുള്ളൂ ഗൈസ്. ക്യാമറ സ്റ്റാൻഡിലാണ് വെച്ചേക്കുന്നത്, അതുകൊണ്ട് അത്ര കിട്ടുള്ളൂ. പിന്നെ ഗൈസ് കുഞ്ഞൻ കഴിക്കുന്നത് നിങ്ങൾ കാണുക, കുഞ്ഞൻ കഴിക്കണം നിങ്ങൾ കണ്ട് ആസ്വദിക്ക്. പിന്നെ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ലൈക്ക് ചെയ്യാത്തവരാണ് ലൈക്കും ഷെയർ സബ്സ്ക്രൈബും ചെയ്യുന്നില്ല ആരും. അപ്പോൾ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബും ചെയ്യുക ഗൈസ്. ഇപ്പം ഞാൻ പായസം കഴിക്കാൻ പോകണേണ് ഗൈസ്. നല്ല പരിപ്പ് പായസം ഉണ്ടായിരുന്നു, പാലട പായസം ഉണ്ടായിരുന്നു ഗൈസ്. ഇതൊന്നും വീഡിയോ എടുത്തില്ല ഗൈസ്, വീഡിയോ ഓണാക്കിയെന്ന് ചോദിച്ചു, പക്ഷേ വീഡിയോ കട്ടായി പോയി ഗൈസ്. ഞാൻ എന്ത് ചെയ്യാനാണ്. അപ്പോൾ ഗൈസ് അപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന പരിപ്പ് പായസമാണ് ഗൈസ്. അമ്മ അതിൻ്റെ ഇടയിൽ കൂടി പരിപ്പ് പായസം ഇത്തിരി എടുക്കുന്നുണ്ട് ഗൈസ്. സാരമില്ല, അമ്മയല്ലേ. പഴവും പരിപ്പ് പായസവും ഒയ്വ പപ്പടവും കൂട്ടിയൊരു പിടി. ആയി പൊളി പൊളി. അപ്പോൾ ഗൈസ് അമ്മ നല്ല പപ്പടവും പഴവും പരിപ്പ് പായസവും കൂട്ടി ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഇതേ നോക്കിക്കേ, സെറ്റ്. അയ്യോ നിങ്ങൾക്ക് കൊതിയുണ്ടെന്ന് അറിയാം ഗൈസ്, പക്ഷെ എന്ത് ചെയ്യാനാണ്. ഇന്ന് എല്ലാവരുടെയും വീട്ടിൽ സദ്യ ഉണ്ടായി കഴിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഗൈസ്. അപ്പോൾ എല്ലാവർക്കും ഒന്നുകൂടെ ഹാപ്പി വേണം ഗൈസ്. എല്ലാവരും വീട്ടിൽ സദ്യയൊക്കെ ഉണ്ടാക്കി ഹാപ്പി ആയിട്ട് ഇരിക്കുക. അമ്മ നല്ല ബോളിങ്ങാണ് ഗൈസ്. അമ്മ രണ്ടുപേരും അമ്മച്ചിയും വയ്യാത്ത കാരണം മുകളിലിരുന്നാണ് ഗൈസ് കഴിക്കുന്നത്, ഡൈനിങ് ടേബിളിലിരുന്നാണ് കഴിക്കുന്നത്. ഗൈസ് ഇനി നിങ്ങൾ കുഞ്ഞൻ്റെ കാണുക ഗൈസ്. കുഞ്ഞൻ്റെ ഇലയൊക്കെ വടിച്ച് സെറ്റാക്കി ഗൈസ്. കള്ളനാണ് ഗൈസ് അവൻ. അവൻ്റെ പകുതി കറിയും അവൻ അമ്മയുടെ ഇലയിലോട്ട് തട്ടിയിട്ടുണ്ട്. അവൻ കറിയൊന്നും കഴിക്കില്ല ഗൈസ്. എന്നിട്ട് ഈ വേസ്റ്റും അമ്മയുടെ ഇലയിലേക്ക് തട്ടിയിട്ടുണ്ട് ഗൈസ്. അവൻ അവിയലൊന്നും കഴിക്കൂല, അവനതൊന്നും ഇറങ്ങൂല ഗൈസ്. അവന് ചിക്കനും മട്ടനൊക്കെ പോകത്തുള്ളൂ. പിന്നെ ഗൈസ് എല്ലാവരും വീട്ടിൽ അടിച്ചു പൊളിച്ചിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഗൈസ്. അപ്പോൾ ഗൈസ് നിങ്ങളുടെ വീട്ടിൽ എന്തൊക്കെ കറി ഉണ്ടായിരുന്നത് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക ഗൈസ്. ഞാൻ കമൻറ്റ് ബോക്സ് ഇന്നലത്തെ വീഡിയോ മുതൽ ഓൺ ആക്കിയിട്ടുണ്ട് ഗൈസ്. പിന്നെ എല്ലാവരും നല്ല സപ്പോർട്ട് തരിക ഗൈസ്. ഇത്രയും സപ്പോർട്ട് പോരാ ഗൈസ്. എല്ലാവരും നല്ല ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്യുക ഗൈസ്. എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ഗൈസ് പ്ലീസ്. ഞങ്ങൾ എങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ ഗൈസ്. ചുമ്മാ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്ക്. പിന്നെ 80 സബ്സ്ക്രൈബേഴ്സായി ഗൈസ്. 80 സബ്സ്ക്രൈബേഴ്സായി. പിന്നെ ഒരു 20 സബ്സ്ക്രൈബേഴ്സും കൂടി ആയാൽ നമ്മൾ 100 ഗൈസ്. 100 കഴിഞ്ഞാൽ പൊളിക്കും ഗൈസ്. ഈ 100 നമ്മൾ സെലിബ്രേഷൻ നടത്തുന്നതായിരിക്കും ഗൈസ്. 100 നമ്മൾ കുഞ്ഞ് സെലിബ്രേഷൻ നടത്തുന്നതായിരിക്കും. പിന്നെ വേറെ പരിപാടിയൊന്നുമില്ല ഗൈസ്. കുഞ്ഞിന് വയറിനറിഞ്ഞ് ഗൈസ്. അവൻ അവിയലിട്ട് കാണിക്കുന്ന നോക്കിക്ക. അവൻ കള്ളനാണ് ഗൈസ്. അവൻ ചുമ്മാ അവിയലൊക്കെ ഇട്ട്, അവിയലൊക്കെ പകുതി അമ്മയുടെ ഇലയിലായിരുന്നു ഗൈസ്. അവനൊന്നും കഴിച്ചിട്ടില്ല. അവൻ ഉള്ളിത്തീയലൊന്നും കഴിച്ചിട്ടില്ല ഗൈസ്. പക്ഷേ എൻ്റെ ഇലയൊക്കെ വടിച്ച് വെച്ച് ഗൈസ്. എൻ്റെ ഇലയൊക്കെ വടിച്ച് ക്ലിയർ ആയിട്ട് വെച്ചേക്കണായിരുന്നു. കഴുകുക പോലും വേണ്ടായിരുന്നില്ല ഗൈസ്. നിങ്ങൾ എല്ലാ കറിയും കഴിക്കുമോ ഗൈസ്? എല്ലാവരും താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഗൈസ് കുഞ്ഞിനിതേ അവിയൽ കാണിക്കുന്ന നോക്കിക്കുക. ഇടക്കിടക്ക് സംസാരിക്കുന്നുണ്ട് ഗൈസ്, പക്ഷെ അതെല്ലാം കട്ടായിപ്പോയി. എൻ്റെ ഇലയുടെ വീഡിയോ ഒക്കെ ഉണ്ടായിരുന്നു ഗൈസ്, പക്ഷെ അതെല്ലാം ഓഡിയോ കട്ടായിപ്പോയി. ഓഡിയോ കട്ടായതുകൊണ്ട് ഓഡിയോ അല്ല, വീഡിയോ എടുത്തില്ല ഗൈസ്. വീഡിയോ കട്ടായിപ്പോയി, അതുകൊണ്ട് ഒന്നും കിട്ടിയില്ല ഗൈസ്. അതുകൊണ്ട് ഇത് വെച്ച് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുന്നു ഞാൻ പ്രതീക്ഷിക്കുന്നു ഗൈസ്. എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഗൈസ്. ഗൈസ് കുഞ്ഞൻ്റെ ഇലയിൽ പായസം കാണാൻ പോലും ഇല്ല ഗൈസ്. അവൻ എൻ്റെ കിളിക്കുഞ്ഞിൻ്റെ വയറാണെന്ന് വരെ ഞാൻ സംശയിച്ചു പോയി. അവൻ്റെ ഇലയിൽ പായസം കാണാൻ പോലും ഇല്ല ഗൈസ്. പിന്നെ പായസമൊക്കെ ഞാൻ പറഞ്ഞിട്ട് ഇത്രയും കൂടി കോരിയിരിക്കുന്നുണ്ട് ഗൈസ്. സംസാരിക്കുന്നുണ്ട് ഗൈസ്, പക്ഷെ സംസാരിക്കുന്നതൊക്കെ വള എല്ലാവരും കൂടെ ഒച്ചപ്പാടുണ്ടാക്കിക്കൊണ്ടാണ് ഗൈസ് ഞാനിപ്പോൾ ഓഡിയോ കൊടുക്കണത്. അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ആവശ്യം ഉണ്ടാവില്ല ഗൈസ്. അമ്മ സൈഡിൽ ഇരിപ്പുണ്ട് ഗൈസ്. അമ്മയൊക്കെ കഴിച്ച് കഴിഞ്ഞ് എഴുന്നേക്കാൻ പറ്റാത്ത കാരണം അവിടെ ഇരിക്കുകയാണ് ഗൈസ്. പിന്നെ കുഞ്ഞനും കൂടി കഴിക്കാനുള്ളൂ ഗൈസ്. അവൻ്റെയും കൂടി നിങ്ങൾ കാണും. പപ്പടവും പഴവും പായസവും ഗൈസ്. പാലട പായസം ഉണ്ടായിരുന്നു ഗൈസ്, പരിപ്പ് പായസം ഉണ്ടായിരുന്നു. കുഞ്ഞൻ പാലടയാണ് ഗൈസ് ഇപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ചിരിക്കുന്നതൊക്കെ നോക്കിക്കാം. ഗൈസ് അവൻ അങ്ങനെ ഇരിക്കുന്നതിൻ്റെ കാരണം അവൻ്റെ മുണ്ട്
ഇത്തിരി ടൈറ്റാണ് ഗൈസ്. അവൻ ഇത്തിരി ചെറുതായി പോയി മുണ്ട്. കഴിഞ്ഞ വർഷം മേടിച്ചിരുന്നു ഗൈസ്. ഇപ്രാവശ്യം നമ്മൾ മുണ്ടൊന്നും വാങ്ങിച്ചില്ല. ഒരു മൂടുണ്ടായിരുന്നില്ല ഗൈസ്. പിന്നെ അവൻ്റെ ബർത്ത്ഡേക്ക് ഡ്രസ്സ് വാങ്ങിച്ച്, ഓണത്തിന് വേറൊരു ഡ്രസ്സ് വാങ്ങിച്ചു ഗൈസ്. അതുകൊണ്ട് മുണ്ടൊന്നും വാങ്ങിച്ചില്ല ഗൈസ്. ഗൈസ് പിന്നെ അവൻ കാണിക്കുന്നതൊക്കെ വയ്ക്കാൻ അവൻ്റെ ആശൻ. ഗൈസ് വേറൊരു കാര്യം പറയാം ഗൈസ്. നമ്മുടെ അമ്മയും അമ്മച്ചി ഉണ്ടാക്കിയ സദ്യ കിടുക്കാച്ചി സദ്യയായിരുന്നു ഗൈസ്. എല്ലാത്തിനും നല്ല ടേസ്റ്റായിരുന്നു. ഊഫ്, അച്ചടി കിച്ചടി സാമ്പാറൊക്കെ സെറ്റായിരുന്നു ഗൈസ്. അയ്യോ ഗൈസ് ഇത് നോക്ക് ഗൈസ്, അവൻ്റെ മുണ്ട് പകുതിയുള്ളു ഗൈസ്. പക്ഷേ കുഴപ്പമില്ല, അവൻ ടൈറ്റ് ചെയ്ത് പറഞ്ഞല്ലേ ഗൈസ്. പിന്നെ അതേ അമ്മച്ചിയുടെ ഇലയൊക്കെ നോക്കിക്കേ നിങ്ങൾ. അമ്മച്ചിയൊക്കെ സെറ്റായിട്ട് കഴിച്ചിട്ടുണ്ട് ഗൈസ്. ഇപ്പം എല്ലാ കറിക്കും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഗൈസ്. ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. അവനിരിക്കുന്ന നോക്കി ഗൈസ്, കുട്ടിക്കുരിപ്പ്. ഏറ്റവും ലാസ്റ്റാണ് അവൻ ശർക്കര വരട്ടിയും ചിപ്സും തിന്നണ ഗൈസ്. അവൻ്റെ അടുത്ത് തന്നെ പപ്പടം ടിന്ന് ഇരിപ്പുണ്ട്. അവനാണ് പപ്പടത്തിൻ്റെ ആശാൻ ഈ വീട്ടിലെ. പപ്പടം ഇങ്ങനെ പറക്കി തിന്നുകൊണ്ടിരിക്കും ഗൈസ്. പിന്നെ അതേ ഒരു സംഭവം വെക്കത്തില്ല ഗൈസ്. നമ്മൾ ഒരു മിഠായിയുടെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ ഇടുന്നതായിരിക്കും അടുത്ത വീഡിയോയിൽ. ആ മിഠായിയുടെ വീഡിയോയിൽ ആ മിഠായി തീർന്ന് ഗൈസ്. എല്ലാ മിഠായിയും അവൻ തന്നെ നിന്നിർത്ത്. ഒരെണ്ണം പോലും ബാക്കി വെച്ചില്ല ഗൈസ്. ഫെറാറോ റോസർ മാത്രമുണ്ട്. അത് കൊടുക്കാനാണ് ഗൈസ്. ഇവിടെയുള്ള ആൻറ്റിക്കൊക്കെ കൊടുക്കാനാണ് ഗൈസ്. ഫെറാറോ റോസർ മാത്രമേ വെച്ചുള്ളൂ. ബാക്കിയെല്ലാം തിന്ന് തീർത്ത്. പിന്നെ ഇടക്കിടക്ക് പോയി മാഷ്മേലോ 2 എണ്ണമൊക്കെ കുത്തി തിന്നും ഗൈസ്. അതും കരിയിച്ച്. ഇല കഴിഞ്ഞ് ഫിനിഷ്. അപ്പോൾ ഗൈസ് ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ. ചെറിയൊരു വീഡിയോ ആയിരുന്നു ഗൈസ്. നമ്മൾ ഡ്രസ്സിൻ്റെയും പിന്നെ ഓണസദ്യയും മാത്രമേ ഇട്ടിട്ടുള്ളൂ ഗൈസ്. അടുത്ത പ്രാവശ്യം നമുക്ക് കുറച്ചും കൂടി സെറ്റാക്കാം. പൂക്കളൊക്കെ ഇട്ട് ഓണക്കളികളൊക്കെ വെച്ച് സെറ്റാക്കാം ഗൈസ്. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ. ചെറിയൊരു വീഡിയോ ഗൈസ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ബെല്ലൈക്കൺ നിൽക്കുകയോ.